സ്ത്രീ സുരക്ഷയെ വെല്ലുവിളിച്ച ആ കൊടും പീഡകന്റെ പേര് ബെഞ്ചമിൻ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി IT ജീവനക്കാരെ പീഡിപ്പിച്ച പ്രതി ബെഞ്ചമിൻ സ്ഥിരം കുറ്റവാളിയാണ്. തമിഴ്നാട് മധുര സ്വദേശിയായ പ്രതിയെ അതിജീവിത തിരിച്ചറിഞ്ഞു. മോഷണ ശ്രമത്തിനായാണ് പ്രതി ഹോസ്റ്റലിൽ കയറിയത്. ഈ ഹോസ്റ്റലിൽ കയറും മുമ്പും മറ്റ് വീടുകളിലടക്കം ഇയാൾ കയറിയിരുന്നു. വഴിയോരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ അടക്കം ദ്രോഹിക്കുന്നത് വിനോദമാക്കിയ അധമൻ കൂടിയാണ് ബെഞ്ചമിൻ. ബെഞ്ചമിന്റെ ബ്രുട്ടാലിറ്റിയിലേക്ക്. ഇന്നലെ മധുരയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ലോറി ഡ്രൈവർ ബെഞ്ചമിൻ തന്നെയാണ് പ്രതി. ബെഞ്ചമിനെ IT ജീവനക്കാരിയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ഹോസ്റ്റലിൽ പീഡനം നടത്തുന്നതിന് മുൻപ് സമീപത്തെ 3 വീടുകളിൽ പ്രതി മോഷണം നടത്തി. CCTVയിൽ ദൃശ്യം വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുട മോഷ്ടിച്ചു. കുട കൊണ്ട് മുഖം മറച്ച് ഹോസ്റ്റലിലേക്ക് കയറി. പിന്നാലെയായിരുന്നു പീഡനം. ക്രൂരകൃത്യത്തിന് ശേഷം ആറ്റിങ്ങലിലേക്ക് പോയ പ്രതി നിന്നാണ് മധുരയിലേക്ക് കടന്നത്. പ്രതിയായ ബെഞ്ചമിൻ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇയാളുടെ കേസുകൾ പോലീസ് ശേഖരിക്കുകയാണ്. ഇന്നലെയാണ് മധുരയിൽ നിന്നും പ്രത്യേക സംഘം ഇയാളെ പിടികൂടിയത്. പോലീസ് പിന്തുടർന്നെത്തിയപ്പോൾ കുറ്റിക്കാട്ടിലായിരുന്ന ബെഞ്ചമിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് സാഹസികമായി പിന്നാലെ ഓടിയാണ് ഇയാളെ പിടികൂടിയത്. തെരുവിൽ ഉറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ സ്ഥിരം രീതിയാണ്. കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സംസ്ഥാന തലസ്ഥാനത്ത് രാത്രിയിലും തിരക്കൊഴിയാത്ത തിരുവനന്തപുരം നഗരത്തിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ചെന്ന വാർത്ത ഞെട്ടലുളവാക്കിയതാണ്. ഒറ്റ ദിവസം കഴിയും മുന്നേ പ്രതിയെ പിടിച്ചതിന് കേരള പോലീസിന് അഭിമാനിക്കാം. സലിം മാലിക്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.